ഹായ് ഗൈസ്, ഹലോ. എപ്പിടി കണ്ണാച്ചി സിനിമക്ക് പോവുകയാണ്. സെക്കൻഡ് ഷോ. മറ്റേ ഫോൺ എടുത്തില്ലേ? അപ്പോൾ സിനിമക്ക് പോവുകയാണ്. ജാക്കറ്റൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഉണ്ടാവില്ല അവിടുത്തെ തണുപ്പ് താങ്ങാൻ. ജാക്കറ്റ് എടുത്തൊക്കെ പിടിച്ചോ. അപ്പോൾ 10:30 ആയിട്ടുള്ളൂ. 11:30 തോന്നുന്നു ഷോ. മോനെ അത് പിടി. അപ്പം ലോട്ടറി കാരണം ഒരു സിനിമ ലോട്ടറി അടിച്ചതിന്റെ പേരിൽ അടി തട്ടിയതാണ് കേട്ടോ. നമുക്കൊന്ന് കോൺക്രീറ്റ് ചെയ്യണം. അവനെ വിളിച്ചിട്ട് അളിയനെ വിളിച്ചിട്ട് അളിയനൊക്കെ ഉണ്ട്. അളിയനും പങ്കന്മാരൊക്കെ. അപ്പൊ അങ്ങനെയാണ് ഞങ്ങള് സിനിമക്ക് പോവുകയാണ്. ഒന്ന് മിണ്ടാണ്ട് ഏതായും കാന്താര. നാളെ സ്കൂളുള്ളവരൊക്കെ ആവുന്നു. 4 മണിക്ക് പോകേണ്ടവരുണ്ട്. 4 മണിക്ക് ബസ് പോകേണ്ടവരുണ്ട്. പോലൊക്കെ എന്താ, ഞാൻ പിന്നെ കിടന്നുറങ്ങും. എനിക്ക് എന്നാ കുഴപ്പമേ ഇല്ല. രണ്ടാള് കഴിച്ചില്ലേ? നമുക്കോ ഇനി പോവൂല. നാളെ ഒരു ദിവസം ലീവ് എടുക്കാം. രണ്ടാളും. സഞ്ജുവിനകത്ത് കുഴപ്പമൊന്നുമില്ല. എന്താ ലീവ് എടുക്കുന്നതിനാ വെറുതെ? നിങ്ങൾക്ക് പറ്റിയ അപ്പൊ അങ്ങനെയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് പറയാം. രാത്രി പിന്നെ ബാലുശ്ശേരിയാണ് പോകുന്നത്. ബാലുശ്ശേരി സന്ധ്യയില് നമ്മൾ എന്തായാലും ലിയോ കണ്ടാരോ പിന്നെ പോയിട്ടില്ല. പിന്നെ ഞാൻ നോക്കും സന്ധ്യ എന്തിനോന്ന് പോയിക്കല്ലോ. പുതിയ വിവരമില്ലാത്ത മറ്റേ മൂപ്പരെ വിളിച്ചിട്ട് ടിക്കറ്റ് പറഞ്ഞല്ലേ? ഞാൻ എങ്ങനെയാ ചിന്തിച്ചിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം എടിയോന്ന് സന്ധ്യയിൽ പോയിക്കല്ലോ. അത് എങ്ങനെയായെന്ന് നിന്ന് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോ സന്തോഷാറിനെ ബുക്ക് ചെയ്താ. എന്നിട്ട് പോയി നോക്കട്ടെ. ഇപ്പൊ തന്നെ അവർക്ക് ലിയോ ഇറങ്ങി 2 കൊല്ലം എങ്ങാനായി. പിന്നെ എപ്പോഴാണ് പോകുന്നത്? അപ്പൊ ഏതായാലും ബൈ ബൈ. അങ്ങനെ ടിക്കറ്റ് കിട്ടി ഗൈസ്. തിയേറ്ററിലെത്തി ടിക്കറ്റും കൊടുത്ത് ഉള്ളിൽ കയറിയ സമയത്താണ് ഗൈസ് 8-ൻ്റെതല്ല 16-ൻ്റെ പണിയാണ് കിട്ടിയെന്നുള്ളത് അറിയുന്നത്. അരുണല്ലായിരുന്നു, അരുണിൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു ടിക്കറ്റ് എടുത്തത്. നോക്കുന്ന സമയത്ത് ഏറ്റവും ഫ്രണ്ട് സീറ്റിലാട്ടോ നമുക്ക് ടിക്കറ്റ് കിട്ടിയത്. മൈഗ്രെയിനുള്ള ഞാൻ ഇവിടെ ഇരുന്നുള്ള അവസ്ഥ എന്താവും എന്ന് നിങ്ങളോട് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ആദ്യമായിട്ടാട്ടോ അങ്ങനെ ഫ്രണ്ട് സീറ്റ് കിട്ടുന്നത്. പക്ഷേ യാതൊരു നിർവാഹവും ഇല്ല. തിരിച്ചു പോരാനും പറ്റുന്നില്ല. അരുണിൻ്റെ മുഖം കണ്ടോ? അരുൺ വിചാരിച്ചത് ഏറ്റവും ബാക്കിലാണെന്ന്. പക്ഷേ ഏറ്റവും ബാക്കിലല്ല, ഏറ്റവും ഫ്രണ്ടിലാണ് എന്നുള്ള കാര്യം അവിടെ എത്തിയപ്പോൾ അറിഞ്ഞത്. സിനിമ കണ്ട് തീർത്തതൊന്നും പറയണ്ട ഗൈസ്. എന്താ ഇനി ഞാനില്ല മുമ്പോട്ട് കേട്ടോ. ബ്രേക്കായ സമയത്ത് ഐസ്ക്രീമും മേടിച്ച് വന്നാട്ടോ. AC റൂം കുത്തിരിഞ്ഞ് ഐസ്ക്രീം കഴിക്കുന്നത് അതൊരു പ്രത്യേക ഫീല് തന്നെ കേട്ടോ. അതെൻ്റെ മോനോടാട്ടോ മേടിച്ച് നിന്നത്.
ഞാൻ മാംഗോ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് വേറെ അവർക്ക് വേറെയായിരുന്നു. അരുൺ ഏതായാലും ഫ്രണ്ടിൽ സീറ്റ് കിട്ടിങ്ങാൽ അതിൻ്റെ ഒരു ടെൻഷൻ ഇതുവരെ അവന് പോയിട്ടില്ല കേട്ടോ. ഞാൻ അവനോട് പറഞ്ഞു ടെൻഷനായിട്ട് കാര്യമില്ലല്ലോ, കണ്ടു തീർക്കുക, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഇനി ഏതായാലും കൊന്നാലും ഫ്രണ്ട് സീറ്റിലേക്ക് ഞാനില്ല മക്കളെ. എന്താ ചിരിച്ച് അങ്ങോട്ടോ? അങ്ങനെ മൂവി കഴിഞ്ഞ് തുടങ്ങി. വണ്ടി ബ്ലോക്ക് ആവുന്നൊക്കെ പറഞ്ഞാൽ വാഷ്റൂമിൽ പോയിട്ട് അങ്ങനെ സിനിമ കണ്ട് 2:30 ഇറങ്ങി. അടിപൊളി സിനിമയാട്ടോ. അപ്പൊ ഇനി നേരെ 3 മണിക്കൂർ കറക്റ്റ് ഉറങ്ങാനും വേണ്ടേ ഫാത്തിമ? വെം ബ്ലോക്ക് ആവൂന്ന് പറഞ്ഞ ആദ്യം ഇറങ്ങിയ ബാത്റൂം പോവാനാ, മൂത്രയ്ക്കാൻ മുട്ടിട്ട് ക്ലൈമാക്സ് കാണുകയും വേണം, മൂത്രയ്ക്കാനും മുട്ടുന്നു. എൻ്റെ കൈ കണ്ടോ, റിയാക്ഷൻ വന്നതാണ്. അത് മൈഗ്രെയിൻ വന്നു. ഫ്രണ്ട് സീറ്റിൽ തന്നെ ആയതുകൊണ്ട് ആ സ്ക്രീനിൻ്റെ പ്രശ്നവും സൗണ്ടിൻ്റെ പ്രശ്നവും എല്ലാം കൂടിയായിട്ട് എനിക്ക് മൈഗ്രെയിൻ വന്നു. ബാലുശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഇഞ്ചക്ഷൻ ചെയ്ത് കുറച്ച് ദൂരെ ഇങ്ങ് പോകുന്ന സമയത്ത് വെറുതെ ഒന്ന് കൈ നോക്കിയതാണ്. അപ്പം റിയാക്ഷൻ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ച് പിന്നെയും ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയി അത് കാണിച്ചു. അതിന് വേറെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരവസ്ഥ വന്നു കേട്ടോ. നമ്മളത് കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് നമുക്കത് വലിയൊരു പ്രശ്നമായിട്ട് വരും. അങ്ങനെ അത് കാണിച്ച് വീണ്ടും ട്രീറ്റ്മെൻറ്റ് എടുത്ത് നേരെ വീട്ടിലോട്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്താറായി. ഞങ്ങൾ കിടന്നുറങ്ങും, അരുണേട്ടൻ നേരെ പണിക്ക് പോകും. ഉറക്കില്ലാത്തൊരു മനുഷ്യൻ. എനിക്ക് എപ്പോഴാണ് ഡ്യൂട്ടി? 5:30. നമ്മൾ ഏകദേശം വീട്ടിലെത്താറായി. അമ്പിളിമാമ ഞങ്ങളെ കൂടെ മറ്റേ തിയേറ്ററിന് പോരലൊടുങ്ങി കിട്ടോ. ഇതേ ഞാൻ ഇവിടെ എത്തിയപ്പാടെ സീറ്റ് ബെൽറ്റ് ഊരിയെ ഓന് മുമ്പേ ഊരി കിട്ടോ. ഇന്നത്തെ പുഴു എവിടുന്ന് വന്നതെന്ന് ആർക്കറിയാം. അപ്പൊ ഗൈസ് എല്ലാരോടും ഗുഡ് നൈറ്റ് പറയാണ്. ഗുഡ് നൈറ്റ് പറയാനും മക്കളെ. ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ് മോളെ. ചാവി ആരെടുത്തേനു? ഇതല്ലോ മറ്റേ നോക്ക്. ചാവി കാണുന്നില്ല ഗൈസ്. കിട്ടി. അപ്പൊ വീട്ടിലെത്തി. ഇനി മുമ്പിൽ ഇറങ്ങിയോ? വേഗം പോയി കവിന്ന് ഉറങ്ങിക്കോ. മോനെ തന്നു മോളെ. അപ്പം എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈക്ക് ജസ്റ്റ് ഞാൻ സെലീൻ്റെ അൽമാറിൻ്റെ താക്കോല.